എന്താ എന്താ ശല്യം ചെയ്യണേ? ചന്തു, ഇനി അധികം എവിടെ നിക്കണ്ട. എന്താ ഒന്നും പറയാത്ത പറ്റൂ? എന്ത് പറയാനാ ചന്തു? കിട്ടാനുള്ളത് കിട്ടിയില്ലേ? വരൂ പോവാം. അങ്ങോട്ട് മാറി നിൽക്കുക. നന്ദു, നീ വീട്ടിലേക്ക് വയ്ക്കോ. എന്താ പറയുന്ന കേക്ക് പ്ലീസ്. കാര്യം എന്താന്ന് പറ. പോകാനല്ലേ പറഞ്ഞത്? ഇവിടെ ഇത് സാധാരണ നടക്കാറുള്ളതാ. നീ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ കൂടെ വന്നതുകൊണ്ടല്ലേ പട്ടൂന് അടി കിട്ടിയത്. നീ ഉള്ളതുകൊണ്ട് അവന്മാരെ രക്ഷപ്പെട്ടെ. ഇല്ലേച്ചാ കാണായിരുന്നു കളി. യവന്മാരെന്റെ പുക കണ്ടേ അടങ്ങൂ. അങ്ങനെ അങ്ങ് പോയാലോ മച്ചു? ഇവളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം, എന്നിട്ടാവാ സംസാരം. അത് വേണ്ട, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ഇപ്പോഴോ? എന്നാ വരിക. എന്തിനാടാ ശല്യപ്പെടുത്തണേ? ഞങ്ങള് ശല്യത്തിനൊന്നുമില്ല. ആ പെണ്ണിനെ വിട്ടേക്ക്. ഓ എന്റെ ശിവനെ, നിങ്ങളൊക്കെ ചെറുപ്പല്ലേ, ആരോഗ്യമില്ലേ? വേറെ ഏതിനെങ്കിലും വളച്ചൂടെ? ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളച്ചതാ. കയ്യിൽ നിന്ന് കുറെ കാശ് പോയി. ഗുരുദേവ, ഇങ്ങരുത് എവിടെ പോയി തൊലഞ്ഞു? ഗുരുദേവ, 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 അയ്യോ എവിടെ പോയോന്നോ? എന്തിനാ തടയണേ? ബില്ലിനാണോ? ഞങ്ങൾ ഇവിടെ വന്ന് പൂജ ചെയ്തുകൊണ്ട് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് ബില്ല് ചോദിക്കേ? എവിടെയാ നിങ്ങളുടെ ഓണർ? വിളിക്കാൻ ഇങ്ങട്. നിക്ക് രണ്ട് വാക്ക് സംസാരിക്കണുണ്ടേ, വിളിക്കണോ? നിങ്ങൾ പൊക്കോളൂ. എങ്ങോട്ടാ പോണ്ടേ? പാട്ടിന് ഞാൻ പോയതാ. ഈ രണ്ട് മർക്കടന്മാരും കൂടെ എന്റെ വഴി തടഞ്ഞു. അഭിമാനത്തിന് വില പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഇവരെ രണ്ട് അസഭ്യം പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. സോറി പറയടാ. ബ്രാഹ്മണ ശാപ ഏൽക്കാൻ നോക്ക. ഹൈ, ഇവറ്റൊന്നും വേറെ ഒരു പണിയില്ലേ? എവിടെയായിരുന്നു ഗുരുദേവ? കൺമുൻ ഇന്നലെ അപ്രത്യക്ഷമായത്. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടാതെ പിന്നെ എന്താ ചെയ്യാ? നിക്ക് വന്ന ദേഷ്യത്തിന് നരസിംഹ അവതാരം എടുത്ത് വലിച്ചു. കൈയെടുത്ത് അങ്ങോട്ട് മാറ്റുക. നിനക്കറിയാലോ ഞാൻ എത്ര അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. സ്ത്രീകളുടെ മുന്നിൽ ചെയ്യാറുണ്ടോ? സ്ത്രീകൾ കൂടെ ഉള്ളപ്പോ സംയമനം പാലിക്കണം. ഇങ്ങോട്ട് വരിക. പട്ടു, ചന്തു, അവര് വീണ്ടും വന്നാലോ? നോമി ഇവിടുന്ന് അങ്ങോട്ട് മാറി നിൽക്കാം. എടാ ചാരി, നീ ചന്തുവിനെ വീട്ടിൽ കൊണ്ടാക്കുക. ഞാനോ? ഒറ്റയ്ക്കോ? താൻ തന്നെ ഒറ്റയ്ക്ക് വരിക. ഇങ്ങനെ മിണ്ടാതെ വണ്ടി ഓടിക്കാതെ എന്തേലും ഒന്ന് പറഞ്ഞൂടെ? എനിക്ക് മന്ത്രം ചൊല്ലാനല്ലോ മറ്റൊന്നും അറിയില്ല. ആ മന്ത്രമെങ്കിലും ചൊല്ലി എന്നെ ഒന്ന് പ്രീതിപ്പെടുത്ത്. പ്രീതിപ്പെടുത്താൻ നീ ആരാ? ദേവിയോ? ദേവി തന്നെ. മേജർ ചന്ദ്രശേഖർ എന്റെ അളിയനാ. അദ്ദേഹം പോയ ശേഷം എന്റെ സഹോദരി കുറെ നാളത്തേക്ക് എന്റെ കൂടെയായിരുന്നു താമസം. എന്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. ഗർഭിണിയായിരുന്ന അവളെ അപമാനിച്ചിറക്കി വിട്ടു. ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. തിരിച്ചു വന്ന് ഞാൻ അവളെ പലയിടത്തും അന്വേഷിച്ചു. കണ്ടെത്താനായില്ല. ഞങ്ങളുടെ ഒന്ന് രണ്ട് പരിചയക്കാര് സിറ്റിയിൽ വെച്ച് അവളെ കണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെയും ഞാൻ അന്വേഷിച്ചു. ഒരു വിവരം കിട്ടിയില്ല. താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. അല്ല, നിങ്ങളാരാണെന്ന്? ഫ്രണ്ട്, ചന്ദ്രശേഖരന്റെ ഫ്രണ്ട്. എനിക്ക് അത്യാവശ്യമായി കൽക്കട്ട വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. മടങ്ങിയെത്തുമ്പോഴേക്കും നിങ്ങൾ ഹൈദരാബാദിലുള്ള മുഴുവൻ ചേരികളും മരിച്ചു പറക്കിയിരിക്കണം. വിവരം കിട്ടിയാൽ എനിക്ക് ഫോൺ ചെയ്യണം. ചേരികളിലോ? അതെ, ഇവിടെയുള്ള ഒരു സ്ഥലം പോലും ബാക്കി വെക്കരുത്. അവരെ കണ്ടെത്തണം, എത്രയും പെട്ടെന്ന്.
ചന്ദ്ര ഇതിനെന്താ വില? 20 റുപ്യ. ചന്ദ്രേട്ടാ 20 റുപ്യോ കൊള്ളയാട്ടോ. 1 മണിക്കൂർ മന്ത്രം ചൊല്ലിയാ പോലും അത്രയും കിട്ടില്ല. ഇത് 1 മണിക്കൂർ കൊണ്ടൊന്നും കായ്ക്കില്ല, 6 മാസങ്ങളെടുക്കും. ചുമ്മാതല്ലടോ, താനിങ്ങനെ ഓരോ ദിവസം കഴിയുന്നോറും മെലിഞ്ഞ് ഉണങ്ങി കരിഞ്ഞ് ചേലക്കാണ്ടിരിക്കണ്ട ഉണ്ണിയെ. മുത്തശ്ശിക്ക് ഭേഷ ഉണ്ണണമെന്നുള്ള ഒറ്റ വിചാരേ ഉള്ളൂ. കാശിനെ കുറിച്ച് അറിയണ്ടല്ലോ. എല്ലാം കൂടെ ചേർത്തൊരു 50 റുപ്യക്ക് തരിക. തിരുമേനി ഈ നോട്ട് കീറിയതാണ്ടാ. വാടിക്കരിഞ്ഞിരിക്കുന്ന തന്റെ പച്ചക്കറിക്ക് കീറിയ നോട്ടല്ലാതെ അലക്കി തേച്ച നോട്ട് ഞാൻ തരാണോ? എന്റെ ശിവനേ. അയ്യോ, മുത്തശ്ശി എന്താ പറ്റിയേ? ചാടി. അണ്ടാവ് പോലെ ഇരുന്ന മുത്തശ്ശി ഇപ്പൊ ചുളുങ്ങിയ മൊന്ത പോലെ ആയല്ലോ. എതിനാ? അതെയോ? വല്ലോ തസ്സകിത. ഇല്ലെങ്കിൽ പോവാം. അങ്ങനെ വരിക. വേണ്ട, ഇങ്ങോട്ട് വരിക. മത്തങ്ങ അരിശരിയൊക്കെ ഒരാഴ്ചക്കുള്ളിൽ ഉപയോഗിച്ചാ ഇങ്ങനെ ഇരിക്കും. ഹലോ, പണം ചോദിക്കാൻ തുടങ്ങിയിട്ട് മാസം 1 ആയി. നീ എന്താടാ വിളച്ചിലെടുക്ക? തനിക്കൊരു പേരക്കുട്ടി ഉണ്ടല്ലോ. അവൻ ഏത് സ്കൂളിലാണ്? ശാലോം സ്കൂളിലല്ലേ പഠിക്കുന്നേ? അവൻ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തി കാണണോ അതോ പാക്ക് ചെയ്ത് അയക്കണോ? അവനെ ഒന്നും ചെയ്യാൻ കൊടുക്കരുത്. എത്ര പണം വേണമെങ്കിലും തരാം. അങ്ങനെ വഴിക്കും ആടോ സേട്ടെ. 1 മണിക്കൂറിനുള്ളിൽ സിറ്റി സെന്ററിൽ ആൾക്കാർ വരും. കാശ് കൊണ്ട് താൻ വരണം. ശരി കൊണ്ടുവരാം. സണ്ണി ബാബു, ചേട്ടാ. നീ സിറ്റി സെന്ററിൽ ചെന്ന സേട്ടുവിന്റെ ഇന്ന് കാശ് മേടിച്ചോണ്ട് വേടാ. ശരി ചേട്ടാ. സത്യ കബീറിന്റെ ആളിനെ വിളിക്കേ. അണ്ണാ, നീ അവൻ്റെ കൂടെ സിറ്റി സെന്ററിലേക്ക് പോ. ആരുടെയും കണ്ണിപ്പെടാതെ മാറിയെന്ന് വാച്ച് ചെയ്താൽ മതി. ഏതോ ഒരുത്തിന് ആ റസൂലിന്റെ ഗ്യാങ്ങിൽപ്പെട്ട 4 തട്ടിയിട്ടുണ്ട്. നമ്മളും കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. പണം കൈമാറുന്നവരെ നീ അവിടെ തന്നെ ഉണ്ടാവണം. എന്താടാ ചേട്ടാ സേഫാണ്. കാശ് കൈ കിട്ടി. നേരെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നേക്ക്. സണ്ണിച്ചായോ, ഏതോർത്തും സിറ്റിയിലുള്ള ഗുണ്ടകളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുക. ആ റസൂലിന്റെ ഗാങ്ങിൽപ്പെട്ട 4 പേരെയും ഇതുപോലെ കാശ് കൊടുത്തോണ്ട് പോകുന്ന വഴിക്കാ തട്ടിക്കളഞ്ഞത്. എന്തോടാ പറഞ്ഞു പേടിപ്പിക്കാം? ചുമ്മാ ഒരു സണ്ണിച്ചായനാ പേടി. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളു. ഈ ചായ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. എടാ പ്രാഞ്ചി, പുറകെ വന്നു വെച്ചാൽ ഫോളോ ചെയ്യുന്ന അർത്ഥം. അവന്മാരെ കേറ്റിവിടാ ചായ. നമുക്ക് വണ്ടി സൈഡിലോട്ട് ഒതുക്കൊന്ന് മുള്ളിയേച്ചും പോവാന്നേ. അവന്മാരെ പേടിച്ച് മുള്ളാൻ നിർത്തണോടാ. നിർത്തിയില്ലെങ്കിൽ ഞാൻ വണ്ടി തന്നെ മുള്ളു ചായ. ദിവസവും 10-15 പ്രാവശ്യം മുള്ളുന്നത്. ആ ചായ സൈഡിലോട്ട് വണ്ടി ഒന്ന് ഒതുക്കിക്കേ. ഇനി നിനക്ക് മുള്ളണ്ടല്ലോ മോനെ. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? പേടിയോ? ഒന്ന് ചുമ്മാ ഇരിയന്റെ സണ്ണിച്ചായ. നമ്മള് കാണാത്ത കൊലയോ അന്നൊന്നും നമ്മൾ പേടിച്ചിട്ടില്ലല്ലോ. അച്ചായനൊന്നും ആലോചിക്കേണ്ട, വണ്ടി അവന്മാരുടെ പുറകെ വിട്. വഴിക്കിട്ട് അവന്മാരെ വെട്ടി പൊളക്കണം. ഷോസ്നേഗറിന്റെ കസിൻ ബ്രദറാ. ഡീറ്റെയിൽസ് വേണോടാ? ക്യാഷ് ബാഗ് എവിടാ? ഈ ചായ അവന്റെ തോക്ക്. ബാലുഭായിയെ കുറിച്ച് നിനക്ക് അറിയാത്തതുകൊണ്ടാ ഈ ചെയ്തനെല്ലാം നീ ശരിക്കും അനുഭവിക്കും. ഞാൻ പറഞ്ഞത് വണ്ടി അവന്റെ പുറകെ ഉണ്ടാക്കല്ലേന്ന്. ബാക്കിയുള്ളവൻ പറയുന്നത് കേൾക്കാതെ വലിയ പുള്ളി കളിച്ചു. എന്റെ പൊന്നു ചേട്ടായി, എന്റെ കൊല്ലല്ലേ ചേട്ടായി. ഈ തെണ്ടുകളുടെ കൂടെ കൂട്ടുകൂടില്ലെന്ന് എന്റെ ഗേൾഫ്രണ്ട് അന്നേ പറഞ്ഞതാ. ഞാൻ കേട്ടില്ല. എനിക്ക് ഇപ്പൊ തന്നെ കാണണം. നിന്റെ ഈ നാടകം എന്നെ കണ്ടിട്ടോ അതെ എന്റെ ഈ ഗണ്ണ് കണ്ടു? ചാകാൻ പോകുന്ന നേരത്തെ ആരെങ്കിലും നാടകം കളിക്കോ ചേട്ടായി? പേടിച്ച് ഞാനിവിടെ പുള്ളിപ്പോയി. സംശയം ഉണ്ടായി നോക്കിക്കാം. എടാ അവന്റെ കാല് പിടിക്കുന്നടാ പട്ടി കഴിവേറി. എടാ ചേട്ടെ, തോക്കിന്റെ മുന്നിൽ നിന്നിട്ട് നിന്റെ അഹങ്കാരം തീർന്നില്ലടോ. എന്താടാ എന്താടാ നിന്ന് ചെറിയുന്നേ? ചേട്ടായിയോട് ഞാനിന്ന് മൂളിയാ മതി. ചേട്ടായി ആദ്യം ഇവന്റെ പണി തീർക്ക്. എന്നെ മാത്രം ഒന്നും ചെയ്യല്ലേ ചേട്ടായി. എടാ മണഗുണാഞ്ച, ഇത്രയും ചെറിയ കോപ്പും വെച്ചോണ്ട് ഇപ്പൊ വെടിവെക്കും പറഞ്ഞ് എന്തൊരു നെകളിപ്പായിരുന്നു. തീർന്നോടാ നിന്റെ സോക്കേട് അല്ലയോ സണ്ണിച്ചായ? സോറി സണ്ണിച്ചായ, ഇതൊക്കെ എന്റെ ഒരു നമ്പർ അല്ലായിരുന്നു. കണ്ണു അടച്ച് വിശ്വസിച്ചവൻ. എവന്റെ ഒരു പടം എടുത്ത് നമുക്ക് മാലയിടാം. ആരാടാ പുല്ലേ നീ? എന്നോട് കളിക്കാൻ മാത്രം നീ വളർന്നോടാ.
രണ്ട് കണ്ണ് കയ്യിലുണ്ടെന്ന് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു ചേട്ടായി. ഈ കാല് ചൊരൊന്നുകൂടെ തൊട്ടോ. നല്ല ആർട്ടിസ്റ്റ് ആണല്ലോടാ നീ. എവിടുന്നാ പഠിച്ചേ? കലാമണ്ഡലത്തിൽ ഇപ്പൊ ഞാൻ നിന്നെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാനാ, അവന്മാരെ അങ്ങ് തട്ടിയേക്ക്. എന്നെ വെറുതെ വിട്. ചേട്ടന്റെ കൂടെ എന്നെയും കൊണ്ടുപോകുമോ? അവന്റെ തലമട്ട വെടിവെച്ച് തകർക്ക് റോയ് സാറേ. വെക്ക് വെക്ക് വെക്ക്. അയ്യോ സണ്ണി ചായ സാറിനോട് പറ. സിറ്റിയിലുള്ള ഗുണ്ടകളെ മുഴുവൻ കൊല്ലുന്ന ഇവനാ. റസൂൽ ഗ്യാങ്ങുള്ളവരെ കൊന്നത് ഇവൻ തന്നെ. ഇവൻ തന്നെയാ? അവനെ ആലോചിച്ച് നിൽക്കാതെ കൊല്ലു സാറേ അവനെ. പാവ ഒരുപാട് ആഗ്രഹിച്ചല്ലേ, കൊന്നേക്കാം. അയ്യോ, എന്നെ വെടിവെക്കില്ല. ഞാനൊരു പാവാണ്. അയ്യോ, അയ്യോ. ചേട്ടായി, നിങ്ങൾ ആരാ? റോയ് സാർ നിങ്ങളുടെ ആരായിട്ട് വരും? തൽക്കാലം നീ അത് അറിയണ്ട. പോയി ക്യാഷ് ബാഗ് എടുത്തോണ്ട് വാടാ. ശരി ചേട്ടായി. ചേട്ടായി, എന്താടാ? എന്നെ വെറുതെ വിട്ടല്ലേ? ആദ്യം ഷൂട്ട് ചെയ്ത് നിന്നെയാടാ. നിന്റെ പൊണ്ണത്തടി കാരണം നീ അത് അറിയാത്തതാ. സണ്ണി ചായ, നിങ്ങളുടെ കൂടെ ഞാനും വരുന്നേ.